കുഞ്ഞാപ്പോ എന്താ മാങ്ങ പൊട്ടിക്കാ? അനക്കെന്താ മാങ്ങ പൊട്ടിച്ചു? എനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എന്റെ പരത്തെ മാങ്ങല്ലേ പൊട്ടിക്കണത്? ഇജ്ജ് പൊട്ടിച്ചാ ഞാൻ വെറുതെ പറഞ്ഞ വെറുതെ ചോദിച്ചാടോ. എന്താ ചോദിക്കാനുള്ളത്? മാങ്ങ ഉണ്ടല്ലോ, ആളാണ്. നല്ല മാങ്ങ ഉമ്മാനെ കുറ്റം വെച്ചിക്കണത്. ഇജ്ജ് പറഞ്ഞ് എന്താണ് ഞങ്ങളോടത്തെ അടുക്കള ശരിയായിട്ടാണ് എനിക്ക് പെണ്ണിട്ടാത്ത പറഞ്ഞില്ലേ? അടുക്കള മാറ്റം പറഞ്ഞില്ലേ? ഞാനേ പറഞ്ഞത്. ഇജ്ജല്ലേ പറഞ്ഞത് അടുക്കള മാറ്റണമെന്ന്? ഉമ്മ പറഞ്ഞിരിക്കണ് ഇജ്ജാണോ കല്യാണൊക്കെ മുടക്കണത്, എന്റെ ഇപ്പം കമ്പനി കൂടെ ഒന്നും വേണ്ടാറിക്കണ്. അങ്ങനെ പറഞ്ഞിരിക്കണ്. ഞാൻ മാട് പറഞ്ഞത് അമ്മ അടുക്കള ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ അടുക്കള ഉണ്ടാക്കാറിഞ്ഞല്ലോ. ഇതിന് വെറുതെ അപ്പൊ ഉമ്മ അറിയാ ഉമ്മാനെ കുറ്റം പറഞ്ഞത്ര ഉമ്മ എത്ര അടുക്കള ഇമ്മ എങ്ങനെ അടുക്കള ആവല്ലേ? ഇക്കറിയില്ല, ജനല്ലേ പറഞ്ഞു അടുക്കള ശരിയല്ലാന്ന്. ഞാൻ പറഞ്ഞതല്ല, നാട്ടുകാര് പറഞ്ഞാണ് ഇമ്മാനെ കല്യാണം ആലോചിച്ച് വന്നപ്പോള്. ചെക്കന് കുഴപ്പമൊന്നുമില്ല, ചെക്കൻ ഇങ്ങനത്തെ ഒരാളാണെങ്കിലും ചെക്കന് അടുക്കള ശരിയില്ല എന്ന് നാട്ടുകാരാണ് പറഞ്ഞത്, അല്ല ഞാൻ പറഞ്ഞല്ലേ. ഞാൻ മാട് പറഞ്ഞു പറയാണീ അടുക്കള മാറ്റിക്കാളിന്നു, ഞാനെങ്കിൽ എന്റെ കല്യാണം ശരിയാവണ്ടേന്ന്. അപ്പൊ അടുത്ത രാജാട്ടൻ പറയാ ഇങ്ങനെ നടന്നോ, ആണുങ്ങളായിണ്ടെങ്കിൽ എല്ലേതും വേണോന്ന്. കൊച്ചൊക്കെ എന്തൊക്കെ ഉപയോഗിക്കണം ഇത്രേ. അപ്പൊ ഞാൻ പാട് പറഞ്ഞു ഉമ്മാ പറഞ്ഞു എന്തൊക്കെ കുടിക്കണം എന്നൊക്കെ പറഞ്ഞു ആണാവോള് കാരണം. പാട് പോയി ഉമ്മ രാജാട്ടൻ എങ്ങനെയാ പറഞ്ഞിക്കണ്, ഇമ്മ ഇനി പറയാത്തില്ല. എടാ രാജാ ഇതിന്റെ ചക്കനെ വടക്കാക്കൂല്ലേ എന്നിട്ട് ഇന്ന് എന്നോട് പറയാന് ഭയങ്കര പട വെട്ടിക്കണം. അപ്പൊ രാജേട്ടൻ പറയാ വെറുതെ അല്ലേ നിങ്ങളൊക്കെ മോനക്ക് കാര്യം ശരിയാവാത്തത്, നിങ്ങളുള്ളിടത്തോളം കാലം ആ ചെക്കനക്ക് പെണ്ണ് ശരിയാവൂല. എന്റെ ഉമ്മള്ള കാരണാവൂലേക്ക് പെണ്ണിട്ടാത്തത്. എന്താ ചെയ്യാ, അവർക്ക് പറഞ്ഞാലോ എന്തായാലും ഉമ്മ വേണല്ലോ. കല്യാണം നടക്കുക ഇമ്മ ഞാൻ നടക്കൂല. അതൊക്കെ പോട്ടെ, ഞാനാ മുടക്കിന്നാരാ പറഞ്ഞ്? ഉമ്മ പറഞ്ഞു ഇജ്ജൊക്കെ ആവും ഉമ്മന അടുക്കള ശരിയാവില്ല എന്ന് പറയുന്നത്. ഉമ്മ എന്നോട് പറഞ്ഞു ഇനി ഭാവാനൊന്നും കിട്ടണ്ട, എനിക്ക് എന്ത് കിട്ടിയാലും എന്താണ് കാക്കന്റെ ചുണ്ടുമ്പോ കിട്ടിയത് മാതിരിയാണ്. എന്ത് പറയാനാ കിട്ടിയ മാതിരിയാണ്. ഇതൊക്കെ നടന്ന് പറയും ഇത് ആരോട് ഭാവനോട് പ്രത്യേകിച്ച് പറയണ്ട അറിഞ്ഞിരിക്കണം. ഞാനിപ്പോ അതല്ല ആലോചിക്കുന്നത്. എന്നോട് അവരൊക്കെ പറഞ്ഞു ഇമ്മാന്റെ കാര്യമാണ് കല്യാണം കിട്ടാത്തതെന്ന്. അതൊക്കെ വെറുതെ പറയാ. ഞാൻ അതല്ല അയക്കണേ, ഇമ്മാനെ ഒരിക്കലും പറഞ്ഞു കല്യാണം കഴിച്ചാലോ. മുത്തുമാർക്ക് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതിയല്ലോ. അങ്ങനെ നടക്കുവോ? അങ്ങനെ ഞാൻ കല്യാണം ഒറ്റയ്ക്ക് കഴിക്കല്ലോ, ആളും വാളൊക്കെ വേണ്ടേ? കല്യാണം കഴിഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ കുടുംബത്തേക്കൊക്കെ പോയി ചായ കുടിക്കാച്ചിട്ടാണ് ഞാൻ ഏറെ മനസ്സിലായി. എന്നാണിപ്പോ കല്യാണം ശരിയാവൂന്ന് പറഞ്ഞാണ്. അപ്പോഴാണ് ഈ അടുക്കള ശരിയാവില്ല മുടങ്ങിയല്ലേ? ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എനക്ക് പറ്റിയൊരു പെണ്ണ് എവിടെങ്കിലും ഉണ്ടാവും. അടുക്കളൊക്കെ ശരിയല്ലാന്ന് പറയാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവും. ശരിയാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കേക്ക്. ഇമ്മ പലയിടത്തേക്കും പോണല്ലേ, അപ്പൊ ഉമ്മക്ക് ആരെങ്കിലും കായ് കഴിച്ചിട്ട് അടുക്കള നേരാക്കി കൂടല്ലേ, എന്നൊക്കെ അടുക്കള നേരെ കല്യാണം നടക്കൂലേ? അത് ഇമ്മ ചിന്തിക്കണേ ഇമ്മ വല്ലാതെ സാധനം തന്നെ. അല്ല ഞാനൊരു കാര്യം പറഞ്ഞെ, ഇജ്ജല്ലേ കല്യാണം കഴിക്കണേ, അപ്പൊ ഇജ്ജല്ലേ പണിയെടുത്തിട്ട് അടുക്കളൊക്കെ ശരിയാക്കേണ്ട ഇജ്ജല്ലേ? വീട് പണി പിന്നെ കജ്ജില് കായ് പിന്നെ പെണ്ണിട്ടാ നിക്കുന്നത്. പെണ്ണിട്ടാണ് നല്ല കായ് വേണം കജ്ജില്. എന്തിന് ഇക്കെന്തിനാ അസൂയ? വിദ്യാഭ്യാസം പഠിപ്പും വിദ്യാഭ്യാസം ഒന്നും ഇല്ല. എനിക്കില്ല. ഇജ്ജ് എത്ര പേരെ പോയിക്കണേ? 3 പോയിക്കണ്ടല്ലോ. 3 പോയിക്കണല്ലേ? അപ്പൊ ഞാൻ എന്റെ അത്ര പോയിട്ടില്ല. അല്ല ഇമ്മ ഉണ്ടോ അവിടെ? ഉമ്മ അവർക്ക് എന്താ പണിയിലാണ്. അന്നെ കണ്ടിട്ടുണ്ടെങ്കിലേ ഭയങ്കര പ്രശ്നമാവും. എത്ര അടുക്കള ശരിയല്ലാന്ന് എല്ലാവരും നടന്ന് പറഞ്ഞത്? ഞാനൊന്നല്ല പറഞ്ഞത്, ഇമ്മാനോട് ഇത് ആരാ പറഞ്ഞാവോ? ഉമ്മാനോട് ഞാൻ തന്നെ പറഞ്ഞു. ഇജ്ജിനോട് പറഞ്ഞില്ലേ അടുക്കള ശരിയാവില്ലാന്ന് പറഞ്ഞു? എന്നോട് ആരാ പറഞ്ഞിന്ന്? അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ വാവ പറഞ്ഞു അടുക്കള ശരിയാവായിട്ടാണ് എനിക്ക് കല്യാണം മടങ്ങുന്നതെന്ന്. അപ്പൊ ഉമ്മ പറഞ്ഞു ആ പൊരുത്തം കൊട്ടം തന്നെ പറഞ്ഞു നടക്കുണ്ടാവും പറഞ്ഞു. അപ്പൊ അന്റെ ഇപ്പൊ നടക്കരുത്, ഓന്റെ ഇപ്പൊ നടന്നില്ലെങ്കിൽ എനിക്ക് ഈ കാലാകാലത്തും പെണ്ണിട്ടില്ലായിരുന്നു. എന്റെ ഇപ്പൊ നടന്നാലും നടന്നില്ലാന്ന് ശരി, എനിക്ക് പെണ്ണിട്ടാൻ വലിയ പാടാ. എന്റെ അമ്മ ഒക്കെ എല്ലാരും കുറ്റം പറയല്ലേ? ഇമ്മ കുറ്റം പറയുന്നത് പാവൻ തന്നെയാണ്. എന്നിട്ട് പറയേ അതെന്നെ കണ്ടു നിൽക്കുക. ഇമ്മ പറഞ്ഞു ഈ വാവാക്ക് എന്താ മേലെയും ആകാശവും താഴെ ഒന്നും നോക്കാനില്ലല്ലോ, ഇങ്ങനെ നടന്നാ മതിയല്ലോ. അനക്കല്ലോ നോക്കണ്ട നോക്കി നമ്മള് ബുക്കൂലേ പൊട്ടാ?
കാറ്റൊക്കെ നോക്കി നമ്മള് ബുക്കൂലേ അങ്ങനെ ആ അപ്പൊ ഉമ്മ പറഞ്ഞു ഞാൻ പറയും ഞാൻ ഇടക്ക് പറഞ്ഞിട്ടാ ഇമ്മ വാവ പാവാന്നു നാളെ കായ് എന്നില്ലേ വാവ പറഞ്ഞു അപ്പൊ ഉമ്മ പറഞ്ഞു പാവൊക്കെ തന്നെയാണ് ഇങ്ങനെ ഓരോ കുത്തിരിപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ എന്ത് പാവാണെന്ന് അങ്ങനെ പറഞ്ഞ അമ്മ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ എന്റെ ഉമ്മാനെ ഞാൻ പോയി കാണണ ഉമ്മാനെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്റെ ഉമ്മാനെ നിനക്ക് അല്ല ആട്ടും ഇപ്പൊ ഉമ്മാനെ കാണാതെ ഇരിക്കാണ് എനക്ക് നല്ലത് ഞാൻ പോയ പ്രശ്നമാവൂല്ലേ വാങ്ങാൻ പോവാതെ ഇരിക്കൊക്കെ ചെയ്തോ. ഞാൻ ഇന്ന് പോണില്ല. എന്നാ ശരി. ഒരു കാര്യം ചെയ്യാ, നീ എന്റെ കല്യാണം മറക്കരുത് കേട്ടാ. ഇല്ല. നമുക്ക് പിന്നെ കാണാം. കണ്ടോ ഞാൻ പറഞ്ഞു നന്നായി.